ലോക്സഭാ ഇലക്ഷൻ അടുക്കുന്നതോടെ കേരളത്തിൽ ഏറെ ചർച്ചയാകുന്നത് ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നതാണ്. തൃശൂർ മത്സരിക്കുക സുരേഷ് ഗോപി തന്നെ എന്ന കാര്യത്തിൽ മോദിയുടെ വരവോടെ തന്നെ തീരുമാനമായിരുന്നു. ബാക്കി വരുന്ന ഇടങ്ങളിൽ ആര് മത്സരിക്കുമെന്ന തീരുമാനവും ബി.ജെ.പി അതിവേഗം തന്നെ എടുക്കാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ജനകീയരും വ്യത്യസ്തരുമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ബി.ജെ.പിയുടെ ആലോചന. നടൻ ഉണ്ണി മുകുന്ദന്റെ പേരടക്കം പരിഗണനയിലുണ്ട്. പത്തനംതിട്ട മണ്ഡലത്തിലാണ് നടൻ ഉണ്ണി മുകുന്ദന്റെ പേര് ചർച്ച ചെയ്യുന്നത്. നേരത്തെ പലപ്പോഴും ബി.ജെ.പിയെയും നരേന്ദ്രമോദിയെയും പിന്തുണച്ച് സംസാരിച്ചിട്ടുള്ള നടനാണ് ഉണ്ണി മുകുന്ദൻ. പി.സി. ജോർജ്, കുമ്മനം രാജശേഖരൻ, ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരാണ് പത്തനംതിട്ടയിൽ ചർച്ചയിലുള്ളത്. ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. പി.സി. ജോർജിന്റെ സഹകരണം ഇക്കാര്യത്തിൽ ഗുണം ചെയ്യുമെന്നും ബി.ജെ.പി കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം പാലക്കാട് ഉണ്ണി മുകുന്ദൻ മത്സരിച്ചാൽ നേട്ടമാകുമെന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി ഇത്തവണ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതേസമയം കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുമെന്നാണ് പറയുന്നത്. നിർമ്മല സീതാരാമൻ, രാജീവ് ചന്ദ്രശേഖർ, എസ് ജയശങ്കർ എന്നിവരുടെ പേരാണ് കേന്ദ്രമന്ത്രിമാരുടേതായി കേൾക്കുന്നത്. അതേസമയം നടൻ കൃഷ്ണകുമാർ മത്സരിച്ചാൽ നേട്ടമാകുമെന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് എന്ന കാര്യത്തിൽ ബി.ജെ.പിയിൽ ഇതുവരെ ധാരണയായിട്ടില്ല. തിരുവനന്തപുരം എം.പി ശശി തരൂരിനെ പിന്തുണച്ച് മുതിർന്ന ബി.ജെ.പി നേതാവ് ഒ രാജഗോപാൽ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ബി.ജെ.പി നേതാക്കളിൽ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദി അടുത്ത ആഴ്ച കൊച്ചിയിൽ എത്തുന്നുമുണ്ട്. മോദി നിരന്തരമായി കേരളം സന്ദർശിക്കുന്നത് പാർട്ടിയെ കൂടുതൽ സജീവമാക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്നുമാണ് നേതാക്കളുടെ വിലയിരുത്തൽ. സിനിമാ രംഗത്ത് നിന്ന് ദേവൻ, മേജർ രവി, ജി സുരേഷ് കുമാർ എന്നിവരെ ബി.ജെ.പിയുടെ നേതൃത്വത്തിലേക്ക് അടുത്തിടെ കൊണ്ടുവന്നതും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ്. കൂടുതലും സിനിമാ മേഖലയിൽ നിന്നുള്ളവരെയാണ് ബി.ജെ.പി ലോക്സഭാ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാണ്. ഇതിനു പിന്നിൽ ബി.ജെ.പി ലക്ഷ്യമിടുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രം എന്താണ് എന്നത് ഇനി കണ്ടു തന്നെ അറിയണം.